സമരങ്ങളില്ല. സമരങ്ങളുണ്ടോ? നിങ്ങൾ നോക്കുക. മാധ്യമങ്ങളെ വേട്ടയാടി, ന്യൂനപക്ഷങ്ങൾ കൊല ചെയ്യപ്പെട്ടു, ദളിത് ജനവിഭാഗങ്ങളിലെ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു, പ്രതിയോഗികളെ കൊന്നുതള്ളി. മോദിയുടെ ഭരണം ജനാധിപത്യ ധ്വംസനം അഴിഞ്ഞാടി. ഈ രാജ്യത്ത് എന്തു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു? കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കപ്പെട്ടു. ഈ രാജ്യം രൂപീകരിച്ച ദേശീയ നേതാക്കന്മാർ അവർ എഴുതി ചേർത്തതാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കപ്പെട്ടു. എവിടെ പ്രതിഷേധമുണ്ടായി? എവിടെയാണ് സുഹൃത്തുക്കളെ പ്രതിഷേധം ഉയർത്തുന്നത്? എവിടെയാ? ഇതൊരു സാധാരണ സാഹചര്യമാണോ ഈ രാജ്യം അഭിമുഖീകരിക്കുന്നത്? ഈ രാജ്യം ഇത്രമേൽ അത്യാപത്ത് നേരിട്ടിട്ടുണ്ടോ? അത്തരമൊരു സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്കെടുക്കേണ്ട മുദ്രാവാക്യങ്ങളാണോ? നാടിന്റെ നന്മയ്ക്ക് വിജയിപ്പിക്കുക. എന്തൊരു മുദ്രാവാക്യം! ഈ ചതഞ്ഞ മുദ്രാവാക്യം. ഞാൻ ആലപ്പുഴയിൽ മിനിഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ കണ്ടത് ഒരു മുദ്രാവാക്യമാണ്, അരികിലുണ്ട് അരിവ്. അങ്ങനെയൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ. എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യമാണ്? എന്ത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്? ഈ രാജ്യം പ്രാണവായു പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ ഭാവി മുൻകാലങ്ങളിൽ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ആര് ചർച്ച ചെയ്യുന്നു? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ ഉണ്ടോ ചർച്ചയ്ക്കെടുക്കാൻ? നാം കാണുന്നില്ല. മറിച്ച് BJP എന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവരുന്ന നയങ്ങൾ ആവിഷ്കരിക്കുക മാത്രമല്ല, ആ നയങ്ങളുടെ അതേ മാതൃകയിലാണ് പിന്തുടരുന്നത്. അതേ മാതൃക